എല്ലാവർക്കും React.js മലയാളം ട്യൂട്ടോറിയൽ Part-9 സ്വാഗതം. ഇത് നമ്മുടെ ഈ റിയാക്ട് വീഡിയോ ട്യൂട്ടോറിയൽ സീരീസിലെ 9ാമത്തെ ചാപ്റ്ററാണ്. സോ ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലേലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നമ്മളിപ്പോൾ ഓൾറെഡി 8 വീഡിയോ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. 9ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സോ ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ പാർട്ടും ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കണ്ടീഷണൽ റെൻഡറിംഗ് ആണ്. സോ കണ്ടീഷണൽ റെൻഡറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന കണ്ടീഷൻ പോലെ, ഉദാഹരണമായി ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ നമുക്ക് ചില കണ്ടീഷൻ നമുക്ക് റിയാക്റ്റിലും ഉപയോഗിച്ച് അതിനനുസരിച്ചിട്ടുള്ള കണ്ടീഷൻ മാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കമ്പോണൻറ്റ് റെൻഡർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അതുപോലെ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ മറ്റൊരു കമ്പോണൻറ്റ് റെൻഡർ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് കമ്പോണൻറ്റ് റെൻഡർ ചെയ്യുന്നതിന് നമുക്ക് ഒരു കണ്ടീഷൻ കൊടുക്കാൻ സാധിക്കും. സോ ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽ റെൻഡറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ നമ്മൾ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു രീതിയിലുള്ള ഉപയോഗമാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന്. സോ നമ്മളത് പഠിക്കുന്നതാണ്. സോ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ആദ്യമായി ഇപ്പോൾ ഇവിടെ app.jsൽ വരുന്നു. app.jsൽ വന്നതിന് ശേഷം ഫംഗ്ഷനുള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ലെറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 1. സോ ഇതിനുള്ളിൽ നമ്മൾ മറ്റൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. നമ്മളിവിടെ കോൺസ്റ്റൻറ്റ് ഒരു ഫംഗ്ഷൻ ബേസിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കമ്പോണൻ്റ് ആണ്. ഓക്കെ, സോ നമ്മളിവിടെ ഒരു ചെക്ക് നമ്പർ എന്ന് കൊടുക്കുന്നു. ചെക്ക് നമ്പർ. സോ ഒരു ആരോ ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിനുള്ളിൽ നമ്മളൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സംഖ്യ 0ൽ കൂടുതലാണെങ്കിൽ നമ്മളൊരു സിമ്പിൾ എക്സാമ്പിളാണ് ചെയ്യാൻ പോകുന്നത്. ഒരു സംഖ്യ 0ൽ കൂടുതലാണെങ്കിൽ നമുക്കിവിടെ പോസിറ്റീവ് എന്ന് വരണം. അതുപോലെ കുറവാണെങ്കിൽ നെഗറ്റീവ്, 0 ആണെങ്കിൽ 0 എന്ന് വരണം. സോ നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നമ്മളിതിൽ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിവിടെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഈഫ് നമ്മൾ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു h1 എലമെൻറ്റ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഒരു h1 എലമെൻറ്റ് റിട്ടേൺ ചെയ്യാം. നമ്മൾ ഇതിനുള്ളിൽ പോസിറ്റീവ് എന്ന് കൊടുക്കുന്നു. പോസിറ്റീവ് നമ്പർ. സോ അതുപോലെ എൽസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, സോ എൽസീഫ് കൊടുക്കാം. ഓക്കെ, എൽസീഫ് നമുക്ക് 3 കണ്ടീഷനും കൊടുക്കാം. എൽസീഫ്. സോ എൽസീഫ് നമ്മൾ നമ്പർ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് റിട്ടേൺ നമുക്കൊരു മറ്റൊരു h1 എലമെൻറ്റ് കൊടുക്കാം. h1 എലമെൻറ്റ് നമ്മൾ തൽക്കാലം ഇവിടെ h1 എലമെൻ്റ് ആണ് കൊടുക്കുന്നത്. സോ നമുക്ക് ഒരു കമ്പോണൻറ്റും ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു കമ്പോണൻറ്റും ഇതുപോലെ റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മളിവിടെ നെഗറ്റീവ് നമ്പർ എന്ന് കൊടുക്കുന്നു. നെഗറ്റീവ് നമ്പർ. അതുപോലെ ഇത് രണ്ടുമല്ലെങ്കിൽ എൽസ് നമ്മൾ റിട്ടേൺ h1 0 എന്ന് കൊടുക്കുന്നു. 0 സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ചെക്ക് നമ്പർ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ കമ്പോണൻറ്റ് നമുക്കിവിടെ കോൾ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ റിയാക്ട് ആപ്പിൽ വരുന്നു. നമ്മൾ ഈ ഹെഡിങ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു കമ്പോണൻറ്റ് ഇവിടെ കോൾ ചെയ്യാം. ചെക്ക് നമ്പർ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പോസിറ്റീവ് നമ്പർ എന്ന് ലഭിക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഇനി ഈ 1 നമുക്കിവിടെ -1 ആക്കി കൊടുക്കാം. -1 സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നെഗറ്റീവ് നമ്പർ എന്ന് ലഭിക്കുന്നു. ഇനി ഉദാഹരണമായി നമുക്കിത് 0 കൊടുത്തു കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 0 എന്ന് ലഭിക്കുന്നു. ഉദാഹരണമായി ഈ നമ്പർ നമുക്ക് ഇവിടുന്ന് വേരിയബിൾ അല്ലാതെ നമുക്ക് പ്രോപ്സ് ആയിട്ടും പാസ് ചെയ്യാം. ഉദാഹരണമായി നമ്മൾ താഴെ വന്നതിന് ശേഷം നമ്മളിവിടെ നമ്പർ നമ്മളിവിടെ 1 എന്ന് കൊടുക്കാം. 1 എന്ന് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ പ്രോപ്സ് റിസീവ് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ നമ്മളിവിടെ നമ്പർ എന്ന് കൊടുക്കുന്നു. പ്രോപ്സ് റിസീവ് ചെയ്യുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പോസിറ്റീവ് നമ്പർ എന്ന് ലഭിക്കണം. അതുപോലെ നമ്മളിവിടെ -1 കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നെഗറ്റീവ് നമ്പർ എന്ന് ലഭിക്കണം. അതുപോലെ 0 ആണെങ്കിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 0 എന്ന് ലഭിക്കണം. സോ നമുക്കിതുപോലെ നമ്മളിപ്പോൾ എല്ലാം ഈ ഒരു ഫംഗ്ഷൻ കമ്പോണൻറ്റും ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ സെയിം ഫയലിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഈ ചെക്ക് നമ്പർ എന്ന് പറയുന്നത് മറ്റൊരു കമ്പോണൻ്റ് ആയിട്ടും കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ നമ്മളിനി ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു രീതിയിൽ എഴുതുന്നതിന് പകരമായി നമുക്ക് നമ്മുടെ കമ്പോണൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു കണ്ടീഷണൽ ഓപ്പറേറ്ററായിട്ട് നമുക്കൊരു ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്രഷനായി കൊടുക്കാൻ സാധിക്കും. സോ നമുക്ക് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് JSXനുള്ളിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. സോ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല. നമുക്ക് എക്സ്പ്രഷൻസ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തൽക്കാലം ഈ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും ഭാഗം നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു ഫംഗ്ഷൻ കമ്പോണൻറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം.
സോ ഇനി നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ചെക്ക് നമ്പർ എന്ന് പറയുന്ന ഈ കമ്പോണൻറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ നമ്മളിപ്പോൾ എഴുതിയ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒരു ടെർണറി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റർ ആയിട്ട് അങ്ങനെ എഴുതാമെന്ന് നോക്കാം. സോ നമ്മൾ ഇത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഒരു കർലി ബ്രാക്കറ്റ് കൊടുത്ത് അതിനുള്ളിൽ നമുക്ക് എഴുതാൻ സാധിക്കും. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളൊരു വേരിയബിൾ ഇതിന് മുകളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ലെറ്റ് നമ്പർ ഇസ് ഈക്വൽ ടു 1. ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇവിടെ വരുന്നു. വന്നതിന് ശേഷം നമ്മൾ നമ്പർ ഗ്രേറ്റർ ദാൻ 0. ഇത് വളരെ ഈസിയായി ചെയ്യാവുന്നേ ഉള്ളൂ. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന പോലെ തന്നെയാണ്, പക്ഷേ നമ്മൾ സിൻറ്റാക്സിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്പർ ഗ്രേറ്റർ ദാൻ 0 ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത്? നമുക്കൊരു h1 എലമെൻറ്റ് വേണം. h1 എലമെൻറ്റിനുള്ളിൽ നമുക്ക് പോസിറ്റീവ് എന്ന് വേണം. പോസിറ്റീവ് എന്ന് വേണം. ഓക്കെ. ഇനി എൽസീഫിന് പകരമായി നമ്മൾ കൊടുക്കുന്നത് ഒരു കോളനാണ്. ഓക്കെ, ഒരു കോളൻ കൊടുത്ത ശേഷം പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? കോളൻ കൊടുത്ത ശേഷം നമ്മൾ അടുത്ത കണ്ടീഷൻ കൊടുക്കുന്നു. നമ്പർ ലെസ് ദാൻ 0 ആണെങ്കിൽ, നമ്പർ ലെസ് ദാൻ 0 ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ നമുക്ക് മറ്റൊരു h1 എലമെൻറ്റ് ഇതിനുള്ളിൽ നമ്മൾ നെഗറ്റീവ് എന്ന് കൊടുക്കുന്നു. നെഗറ്റീവ്. ഇനി ഇതുമല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും അല്ലെങ്കിൽ മറ്റൊരു കോളൻ കൊടുക്കുക. ഇവിടെ നമ്മൾ 0 എന്ന് കൊടുക്കുന്നു. 0. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമ്മൾ എഴുതിയതെന്ന്. സോ നമ്മൾ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ h1 പോസിറ്റീവ്. എൽസീഫ് നമ്മളൊരു കോളം കൊടുക്കുന്നു. അടുത്ത കണ്ടീഷൻ നമ്പർ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് എന്ന് പറയുന്ന h1 എലമെൻറ്റ് റിട്ടേൺ ആവണം. അതുമല്ലെങ്കിൽ നമുക്ക് 0 ലഭിക്കണം. സോ ഇത്ര നമ്മൾ ഇതിന് മുകളിൽ എഴുതിയ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളൊരു സിംഗിൾ ലൈനിൽ നമുക്കിതുപോലെ വളരെ ഈസിയായി എഴുതാൻ സാധിക്കുന്നതാണ്. ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. സോ നമുക്കിത് ഒരു ഫോർമാറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പോസിറ്റീവ് എന്ന് ലഭിക്കും. കാരണം നമ്മൾ നമ്പർ എന്ന് പറയുന്നത് 1 ആയിരുന്നു. സോ നമ്മളിവിടെ -1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ നെഗറ്റീവ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ 0 ആണെങ്കിൽ നമുക്ക് 0 എന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഉദാഹരണമായി നമ്മൾ റിയാക്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷനിലുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരാൾ ലോഗിൻ ചെയ്തോ ഇല്ലയോ എന്നറിയുന്നതിനുള്ള ഒരു കണ്ടീഷണൽ റണ്ടറിങ്. ഓക്കെ. സോ നമ്മൾ ലെറ്റ് ഈസ് ലോഗ്ഡ് ഇൻ നമ്മൾ ട്രൂ എന്ന് കൊടുക്കുന്നു. ഓക്കെ. സോ അയാൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കണം? സോ നമ്മളിവിടെ ഇവിടെ നമ്മൾ ഈസ് ലോഗ്ഡ് ഇൻ എന്ന് മാത്രം കൊടുക്കുക. ഈസ് ലോഗ്ഡ് ഇൻ. സോ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കണം? സോ വെൽക്കം ടു വെബ്സൈറ്റ്. സോ അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. സോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ കൊടുക്കാം? ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ലോഗിൻ എന്ന് കൊടുക്കാം. സോ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ലോഗ്ഡ് ഇൻ എന്നുള്ളത് ട്രൂ ആണ്. സോ നമ്മളിവിടെ അപ്പോൾ നമുക്ക് വെൽക്കം ടു വെബ്സൈറ്റ് എന്ന് ലഭിക്കുന്നു. സോ ഇത് നമ്മൾ ഫാൾസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലീസ് ലോഗിൻ എന്ന് ലഭിക്കുന്നു. സോ ഈ ഒരു h1 പകരമായി നമുക്കിവിടെ കമ്പോണൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ. സോ അതങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് തൽക്കാലം ഈ ഒരു ഇത്രയും ഭാഗം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ വേരിയബിളും ഡിലീറ്റ് ചെയ്യാം, സേവ് ചെയ്യാം. സോ നമുക്കിപ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ള app.js ആണ് ലഭിച്ചത്. സോ അതിനുശേഷം നമ്മൾ കമ്പോണൻസിൽ പോകുന്നു. കമ്പോണൻസിൽ പോയതിനു ശേഷം നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നതിന് കണ്ടീഷണൽ എന്ന് പറയുന്നൊരു ഫോൾഡർ. ഇതിനുള്ളിൽ നമുക്ക് 3 ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് main.js, അതുപോലെ മറ്റൊരു ഫയൽ ലോഗ്ഡ് എന്ന് പറയുന്നൊരു ഫയൽ logd.js ലോഗ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. അതുപോലെ മറ്റൊരു ഫയൽ കൂടി നമുക്ക് ആഡ് ചെയ്യാം. സോ ഇതിൽ നമുക്ക് നോട്ട് ലോഗ്ഡ് എന്ന് കൊടുക്കാം. logged.js. സോ നമുക്ക് ഇപ്പോൾ 3 ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ ആദ്യമായി നോട്ട് ലോഗ്ഡ് എന്ന് പറയുന്ന ഫയലിൽ പോകുന്നു. RAFCE റിയാക്ട് ആരോ ഫംഗ്ഷൻ എക്സ്പോർട്ട് കമ്പോണൻറ്റ്. സോ ഈ ഒരു ഷോർട്ട് കട്ട് കൊടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ കമ്പോണൻറ്റ് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഇതിനുള്ളിൽ ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ നോട്ട് ലോഗ്ഡ് ഇൻ ആണ്. സോ നമ്മളിവിടെ ഇതിനൊരു h1 എലമെൻറ്റ് കൊടുക്കുന്നു. പ്ലീസ് ലോഗിൻ ടു ആക്സസ് ദ കണ്ടൻറ്റ്. ഓക്കെ. സോ സേവ് ചെയ്യുന്നു. സോ നമ്മൾ നോട്ട് ലോഗ്ഡ് നമ്മൾ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് logd.js ലോഗിൻ ചെയ്താൽ RAFCE. സോ ഇതിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മൾ h1 നമ്മൾ വെൽക്കം ടു വെബ്സൈറ്റ്
you can access the contents സേവ് ചെയ്യുന്നു. സോ രണ്ട് കമ്പോണൻറ്റ് ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തു. ഇനി നമ്മൾ main.jsൽ വരാം. സോ main.jsൽ വന്നതിന് ശേഷം നമ്മൾ RAFCE. സോ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് രണ്ടും ഇമ്പോർട്ട് ചെയ്യാം. സോ നമുക്ക് ഇമ്പോർട്ട് ലോഗ്ഡ് ഫ്രം ലോഗ്ഡ്. ഓക്കെ, സോ അതുപോലെ ഇമ്പോർട്ട് നോട്ട് ലോഗ്ഡ് ഫ്രം നോട്ട് ലോഗ്ഡ്. സോ ഇത് ഓട്ടോ ഇമ്പോർട്ട് ആയതാണ്. സോ നമ്മൾ കറണ്ട് ഫോൾഡറിലായതുകൊണ്ടാണ് നമ്മളിതുപോലെ .// കൊടുത്തത്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മെയിനിൽ വന്നതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ ടെർണറി ഓപ്പറേറ്റർ കൊടുക്കാം. ഓക്കെ, സോ ടെർണറി ഓപ്പറേറ്റർ നമ്മൾ ഇതുപോലൊരു കർലി ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുന്നു. സോ നമുക്ക് അതിനു മുമ്പായിട്ട് ഈസ് ലോഗ്ഡ് ഇൻ എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്യാം app.jsൽ നിന്ന്. നമ്മൾ app.jsൽ വരുന്നു. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ആദ്യം ഇമ്പോർട്ട് ചെയ്യാം. സോ ഇമ്പോർട്ട് മെയിൻ, നമ്മൾ മെയിൻ ആണ് ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. മെയിൻ ഫ്രം കമ്പോണൻസിലെ കണ്ടീഷണൽ ഫോൾഡറിൽ നിന്നും മെയിൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. സോ ഇവിടെ നമ്മൾ മെയിൻ കോൾ ചെയ്യുന്നു. മെയിൻ ഇതിനുള്ളിൽ നമ്മൾ ഈസ് ലോഗ്ഡ് ഇൻ എന്ന് പറയുന്ന ഒരു പ്രോപ്സ് പാസ് ചെയ്യുന്നു. സോ നമ്മളിപ്പോൾ തൽക്കാലം ട്രൂ ആണ് പാസ് ചെയ്യുന്നത്. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ main.jsൽ വരുന്നു. main.jsൽ നമുക്ക് ആ ഒരു പ്രോപ്പ് ഇവിടെ റിസീവ് ചെയ്യാം. ഈസ് ലോഗ്ഡ് ഇൻ. സോ നമുക്കൊന്ന് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാം. ഈസ് ലോഗ്ഡ് ഇൻ. ഓക്കെ, സോ നമ്മൾ ഇനി ചെയ്യുന്നത്, നമ്മൾ ഈസ് ലോഗ്ഡ് ഇൻ ആണെങ്കിൽ, ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് എലമെൻ്റാണ് വരേണ്ടത്, സോ നമുക്ക് ഏത് കമ്പോണൻ്റ് ആണ് റെൻഡർ ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ ലോഗ്ഡ് എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ് റെൻഡർ ചെയ്യേണ്ടത്, ലോഗ്ഡ് എന്ന് പറയുന്ന കമ്പോണൻറ്റ്. സോ അല്ലെങ്കിൽ നമുക്ക് ഏതാണ് കൊടുക്കേണ്ടത്. സോ നമുക്കിവിടെ നോട്ട് ലോഗ്ഡ് എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ് കൊടുക്കുന്നത്. സോ ഇത്തരത്തിലാണ് നമ്മൾ കമ്പോണൻറ്റ് റെൻഡർ ചെയ്യുന്നത്, കണ്ടീഷണലായിട്ട് കമ്പോണൻറ്റ് റെൻഡർ ചെയ്യുന്നത്. സോ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വെൽക്കം ടു വെബ്സൈറ്റ്, യു ക്യാൻ ആക്സസ് ദ കണ്ടൻസ് എന്ന് കാണാൻ സാധിക്കും. സോ നമ്മളിപ്പോൾ ലോഗ്ഡ് ഇൻ എന്ന് പറയുന്നത് ട്രൂ ആണ്. സോ നമ്മൾ ഇവിടെ ട്രൂ എന്നതിന് പകരം നമ്മൾ ഈസ് ലോഗ്ഡ് ഇൻ ഫാൾസ് നമ്മൾ പാസ് ചെയ്യുന്നു. ഫാൾസ് പാസ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലീസ് ലോഗിൻ ടു ആക്സസ് ദ കണ്ടന്റ്. സോ നമ്മളിപ്പോൾ ചെയ്തത് ഇത് രണ്ടും ഈ ലോഗ്ഡിനും നോട്ട് ലോഗ്ഡിനും കമ്പോണൻ്റ് ആണ്. സോ നമ്മളൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മളിപ്പോൾ കമ്പോണൻ്റ് ഈ ഒരു രീതിയിൽ നമ്മൾ റെൻഡർ ചെയ്തു. സോ ഇത്തരത്തിൽ നമുക്ക് കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചതുപോലെ നമ്മുടെ കണ്ടീഷൻ ട്രൂ ആകുന്നതിനനുസരിച്ച് നമുക്ക് പ്രത്യേക കമ്പോണൻസുകൾ റെൻഡർ ചെയ്യാൻ സാധിക്കും. സോ ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽ റെൻഡറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.